മുസ്ലിം രാജ്യങ്ങൾ ഒന്നിക്കണമെന്ന് തുർക്കിയുടെ വിദേശകാര്യമന്ത്രി ഹഗാൻ ഫിദാനാണ് ഈ ഒരു നിലപാട് മുന്നോട്ട് വെച്ചത്. ഇറാനാണ് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഈ നിലപാട് പരസ്യമായി തന്നെ പറഞ്ഞത്. പലസ്തീൻ വിഷയത്തിൽ വ്യത്യസ്തമായിരിക്കുന്ന അഭിപ്രായങ്ങളും നിലപാടുകളും പറയുകയും വ്യത്യസ്ത രീതിയിലുള്ള സമീപനങ്ങൾ എടുക്കുന്നതും അത്ര ഉചിതമായിരിക്കുന്ന കാര്യമല്ല. അവരെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ബാധ്യതയും കടമയുമാണ്. ഒന്നിച്ചു നിൽക്കാതെ ഒരിക്കലും ഇസ്രായേലിനെതിരെ പോരാടി വിജയിക്കുക എന്നുള്ളത് ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഒന്നിക്കാനുള്ള ഒരു ഏകോപന സംവിധാനം വിളിക്കാൻ OIC നിർബന്ധിക്കുകയും OIC തയ്യാറെടുക്കുകയും അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുകയും വേണമെന്ന് ഇറാൻ പറഞ്ഞു. തൊട്ട് പുറകെയാണ് ഇതേ നിലപാട് തുർക്കിയും തന്നെ പറഞ്ഞിരിക്കുന്നത്. OIC വിളിച്ചു കൂട്ടണം, ഇറാന്റെ നിലപാട് ചർച്ച ചെയ്യണം, ആ നിലപാടിനനുസരിച്ച് നീങ്ങാനുള്ള സംവിധാനങ്ങൾ ഒരുക്കണം, അങ്ങനെ ഏകോപനത്തോടു കൂടി ഈ കാര്യത്തിൽ ഒന്നിക്കണം എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് 1948 ഇസ്രായേൽ സ്വാതന്ത്ര്യത്തിന് ശേഷം പലതരത്തിലും യുദ്ധകാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇസ്രായേലുമായിട്ട്. 48 മുതൽ 2025 വരെ നമ്മളത് കാണുന്നു. എന്നാൽ ഈ അവസാന കാലത്ത് 2023 ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേലിനെ ആക്രമിക്കുന്ന ആ കാലഘട്ടം വരെ എടുക്കുമ്പോൾ, അതായത് 1948 ഇസ്രായേൽ സ്വതന്ത്രമായിട്ടുണ്ടെങ്കിലും 1946 അതിന്റെ പ്രഖ്യാപന കാര്യങ്ങളൊക്കെ തീരുമാനമായിട്ടുണ്ട്. UN സഭ തന്നെ ആ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1946 മുതൽ 2023 വരെ ഒരുപാട് യുദ്ധങ്ങൾ നടന്നു. 10-ലധികം യുദ്ധങ്ങൾ നടന്നു. ഈ നടന്ന യുദ്ധത്തിലൊന്നും ഇറാനോ തുർക്കിയോ പങ്കെടുത്തിട്ടില്ല, യമനോ പങ്കെടുത്തിട്ടില്ല എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. ഈ 3 രാജ്യങ്ങൾ അതിൽ പങ്കാളിത്തം വഹിക്കാത്ത രാജ്യമാണ്. യുദ്ധം ചെയ്തത് ലെബനാനുണ്ട്, സിറിയ ഉണ്ട്, ജോർദാനുണ്ട്, ഈജിപ്തുണ്ട്. ഈ 4 രാജ്യങ്ങളാണ്. പിന്നീട് 1967 പിന്തുണ പറഞ്ഞിട്ടുണ്ട് ഇറാനും ഇറാഖും. യുദ്ധത്തിന്റെ മുഖത്ത് സജീവമായി നിന്നത് അന്നൊക്കെ ഈജിപ്താണ്. എന്നാൽ ഇപ്പോഴത്തെ യുദ്ധം എന്ന് പറയുന്നത് നേർക്കുനേരെ ഇസ്രായേലും ഇറാനും തന്നെയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ട കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. അവർ തമ്മിൽ നേർക്കുനേരെ നടക്കുന്ന യുദ്ധം. അതോടൊപ്പം തന്നെ ഇപ്പം ആരുടെ യുദ്ധം? ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം അവസാനിച്ചു. 12 ദിവസം നീണ്ടു നിന്ന യുദ്ധം 13-ാം തീയതി തുടങ്ങി 25-ാം തീയതി അവസാനിക്കുന്ന സമയത്ത് 12 ദിവസം നീണ്ടു നിന്ന യുദ്ധത്തോടു കൂടി ഒടിഞ്ഞു തൂങ്ങിപ്പോയി ഇസ്രായേൽ. പിന്നീട് യുദ്ധം അവിടെ അവസാനിച്ചിട്ടില്ല. യമൻ യുദ്ധം നടക്കുന്നു, ഇങ്ങോട്ട് മിസൈൽ വിടുന്നു, ആ മിസൈൽ കൃത്യമായിരിക്കും ലക്ഷ്യം കാണുന്നു. വളരെ കൃത്യതയോട് കൂടിയിട്ടാണ് ഇപ്പോൾ അവർ ആക്രമണം നടത്തുന്നത്. ആ ആക്രമണത്തെ പ്രതിരോധിക്കാൻ വേണ്ടി ഇസ്രായേൽ സാധിക്കുന്നില്ല. 3 മിസൈൽ പുറപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ വന്നിട്ടുണ്ട്, ഞങ്ങൾ 2 പ്രതിരോധിച്ചു എന്നൊക്കെ അവർ പറയുന്നുണ്ട്. 2 പ്രതിരോധിച്ചിട്ടുണ്ടെങ്കിൽ 1 വീണതിന്റെ നാശനഷ്ടത്തെക്കുറിച്ച് പിന്നീട് അവർ പറയുന്നില്ല. പ്രതിരോധിക്കാൻ 2 പ്രതിരോധിക്കാൻ വേണ്ടി സാധിച്ചു, 1 അങ്ങനെ തകർന്ന് വീണു എന്ന് സംശയിക്കുന്നു എന്ന തരത്തിൽ ഒഴിഞ്ഞു മാറുന്നില്ല. ഇനി ഒഴിഞ്ഞു മാറിയിട്ടൊന്നും കാര്യമില്ല. ഇത് വലിയ രീതിയിൽ ഈ യുദ്ധത്തോടനുബന്ധിച്ച് ഇസ്രായേൽ ഇത്രയേ ഉള്ളൂ എന്ന് ലോകത്തിന് മനസ്സിലായി. ഇറാൻ കീഴടക്കാൻ മാത്രമേ ഉള്ളൂ. ഇറാൻ കീഴടക്കുന്ന സാഹചര്യങ്ങൾ എത്തിയപ്പോൾ ഏറെക്കുറെ ഇസ്രായേലിന്റെ അസ്തമനം കാണാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ സമയത്താണ് അമേരിക്ക ഇറാനെ ആക്രമിക്കുന്നത്. അപ്പോൾ ഒറ്റക്കായിരുന്നു യുദ്ധം ചെയ്തിരുന്നെങ്കിലോ ഇപ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ദേശം പോലും ഭൂപടത്തിൽ ഇല്ലാത്ത വിധം വലിയ നാശങ്ങൾ ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ലായിരുന്നു. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇങ്ങനെ ഒരു തീരുമാനം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എടുക്കുന്നു. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അവർക്കും തിരിച്ചടി കിട്ടുന്നു, അവര് നേരെ ആക്രമണം ഉണ്ടാവുന്നു. അങ്ങനെ ആക്രമണത്തെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. 1 മിസൈൽ വീണിട്ടുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത് ആദ്യം. അത് വലിയ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, ബാക്കിയൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളത്. പിന്നീട് അന്താരാഷ്ട്ര മീഡിയകൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷിക്കുകയും പല ചിത്രങ്ങൾ, അതായത് ഉപഗ്രഹ ചിത്രങ്ങൾ എടുത്ത് പരിശോധിക്കുകയും ചെയ്തപ്പോൾ വൻ നാശങ്ങളാണ് ഖത്തറിലുള്ള അമേരിക്കയുടെ എയർബേസ് കേന്ദ്രീകരിച്ചുണ്ടായത്. തൊട്ടടുത്ത ബിൽഡിംഗ് പോലും കാണുന്നില്ല എന്നുള്ളതാണ് ഉപഗ്രഹ ചിത്രങ്ങൾ. അതിന് മുൻപുണ്ടായിരുന്ന ഉയരത്തിലുള്ള ഒരു ബിൽഡിംഗ് ഇപ്പോൾ ഈ പൊടിപടലം പോലെ അല്ലെങ്കിൽ കരിഞ്ഞ് നിൽക്കുന്ന ഒരു സ്ഥിതിയിലാണ് കാണുന്നത്. ആ ബിൽഡിങ്ങിന്റെ നേർചിത്രങ്ങൾ എടുക്കാൻ വേണ്ടി സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇവിടേക്ക് നടത്തിയിരിക്കുന്ന ആക്രമണം തൊട്ടടുത്തുള്ള അതിര് പങ്കിടുന്ന ബിൽഡിങ്ങിനെ പോലും സാരമായിട്ട് ബാധിച്ചിട്ടുണ്ട് എന്ന് ചുരുക്കം. അങ്ങനത്തെ സ്ഥിതിയിലേക്കാണ് ആ കാര്യങ്ങൾ പോയത്. അപ്പോൾ അതേപോലെ തന്നെയാണ് ഈ ഇറാന് നേരെ നടത്തിയിരിക്കുന്ന ആക്രമണം, ആണവായുധ കേന്ദ്രത്തിന് നേരെ ആക്രമണം നടത്തി കംപ്ലീറ്റ് ഞങ്ങൾ നിലം പരിശാക്കി അടിച്ചു പൊളിച്ചു എന്ന് പിറ്റേ ദിവസത്തെ രാവിലെ 7 മണിക്കെത്തുള്ള പത്രസമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പ്രസ്താവന ഇറക്കി. വല്ലാതെ വൈകാതെ ഏകദേശം ഒരു 10-11 ആയ സമയത്ത് ഇറാൻ പറഞ്ഞു ഞങ്ങളുടെ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട മേഖലയ്ക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. അത് തന്നെ IAEA സ്ഥിരീകരിക്കുകയും ചെയ്തു, ഇവിടെ ഒന്നും സംഭവിച്ചിട്ടൊന്നുമില്ല എന്നുള്ളത്. അപ്പോൾ ട്രംപ് കളവ് പറഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇസ്രായേൽ നേരെയുള്ള അക്രമവുമായിട്ട് ബന്ധപ്പെട്ട് അവർ പറഞ്ഞു ഞങ്ങൾക്ക് യാതൊരു സംഭവം ഉണ്ടായിട്ടില്ല,
ഒക്കെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്ത് വന്നോക്കുന്ന സമയത്ത് ചില നഗരങ്ങൾ തന്നെ കാണാനില്ല. ഇസ്രായേലിലെ തന്ത്രപ്രധാനമായിരിക്കും തെല്ലവിനോട് ചേർന്നിരുന്ന ഗ്രാമങ്ങളിൽപ്പെട്ട ചില നഗരങ്ങളുടെയും ബിൽഡിങ്ങുകളെയും തന്നെ കാണാത്ത വിധം ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തു വന്നപ്പോൾ ഇസ്രായേൽ പറയുന്നത് കള്ളത്തരമാണ് എന്ന് ലോകം വിശ്വസിച്ചു. ഇതിലിപ്പോൾ രണ്ട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിലൊന്ന്, ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന് ഇത്രയും ശക്തിയും ബലവും ഉണ്ട് എന്ന് ലോകത്തിന് മുൻപിൽ തെളിയിച്ചു കൊടുക്കാൻ അവർക്ക് സാധിച്ചു. രണ്ടാമത്തത്, ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം യുദ്ധം ചെയ്താൽ പരാജയപ്പെടും, അവരെ കീഴ്പ്പെടുത്താൻ സാധിക്കും എന്നും തെളിയിക്കപ്പെട്ടു. ഈ രണ്ട് വലിയ പ്രധാനമായിരിക്കുന്ന അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ച ചെയ്യപ്പെട്ട ഗുണമാണ് ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായത് എന്നുള്ളത് നിസ്സംശയം നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം, ഇപ്പോൾ ഒരു ഏകോപന സംവിധാനത്തെക്കുറിച്ച് ഇറാൻ പറഞ്ഞതോടുകൂടി മുസ്ലിം രാജ്യങ്ങൾ അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യും. ആ ചർച്ചയോടനുബന്ധിച്ച് OIC ഇത്തരം ഒരു കാര്യത്തിലൊക്കെ നിലപാടെടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ശക്തമായിരിക്കുന്ന ഒരു നിലപാടായിട്ട് ഈ മേഖലയിൽ നിലനിൽക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.